ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ക്ലാസ്. എൻ്റെ പേര് ആശ. ഞാൻ മില്ലത്ത് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ BEd മാത്തമാറ്റിക്സ് സ്റ്റുഡൻ്റാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? അപ്പം ഞാനിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് മണി മാത്സ് എന്ന ചാപ്റ്ററാണ്. അപ്പം നിങ്ങൾ മണി മാത്സ് എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ, മണി എന്ന് പറയുന്ന വാക്ക് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്? ബാങ്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് അറിയാവോ ഇൻട്രസ്റ്റ് എന്താണെന്ന്? വെൻ യു കീപ് മണി ഇൻ എ സേവിങ്സ് അക്കൗണ്ട് യുവർ മണി ഏൺസ് ഇൻട്രസ്റ്റ്, അല്ലേ? നമ്മൾ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ കുറച്ച് എമൗണ്ട് നമ്മൾ കീപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും, അല്ലേ? ഇൻട്രസ്റ്റ് ഈസ് ആൻ എമൗണ്ട് ദാറ്റ് ഈസ് ചാർജ്ഡ് for borrowing or using money or an amount of money that is earned by saving money. അതായത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു എമൗണ്ട് ആണ്. അത് എപ്പോഴാണ് ചാർജ് ചെയ്യപ്പെടുന്നത്? ഒന്നുകിൽ നമ്മൾ പണം കടമെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് എമൗണ്ട് സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? പലിശ കിട്ടും. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയാമോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻട്രസ്റ്റ്? ഇൻട്രസ്റ്റ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഏതൊക്കെയാണ് ഇൻട്രസ്റ്റ്? ഇൻട്രസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഇൻട്രസ്റ്റ്. രണ്ട് രീതിയിൽ തരംതിരിച്ചുകൂടെ? എന്തൊക്കെയാണ്? സിമ്പിൾ ഇൻട്രസ്റ്റും ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഉണ്ട്. നമുക്ക് ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്ന് നോക്കാം. വെൻ മണി ഈസ് ബോറോവഡ് ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഫോർ ദ യൂസ് ഓഫ് ദാറ്റ് മണി ഫോർ എ സഡൻ പീരീഡ് ഓഫ് ടൈം. അതായത് നമ്മൾ കുറച്ച് പണം കടമെടുത്തു എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യും? ആ കടമെടുത്ത എമൗണ്ടിന് നമുക്ക് പലിശ കൊടുക്കേണ്ടി വരും, അല്ലേ? അപ്പം നമ്മൾ പലിശ കൊടുക്കുന്നത് നമ്മൾ എത്ര നാളത്തേക്കാണോ കടമെടുത്തത് ആ ഒരു എമൗണ്ട്, ആ ഒരു ടൈം പീരീഡിലൊക്കെ ആയിരിക്കും നമ്മൾ പലിശ അതിന് കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പലിശയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ കടമെടുത്ത ആ ഒരു പൈസയ്ക്ക് നമ്മൾ എത്ര പീരീഡിലേക്കാണോ എടുത്തത്, അപ്പോൾ ആ ഒരു എമൗണ്ടിന്, ആ ഒരു ടൈം പീരീഡിന് മാത്രം നമ്മൾ എന്ത് കൊടുക്കുക? പലിശ കൊടുക്കുക. അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് I ഈസ് ഈക്വൽ ടു PNR by 100. ഇനി ഇവിടുത്തെ ഓരോ P എന്താണ്, N എന്താണ്, R എന്താണെന്ന് നമുക്ക് നോക്കാം. I എന്ന് പറയുന്നത് അറിയാമല്ലോ, ഇൻട്രസ്റ്റ് ആണ്. P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് നമ്മൾ കടം എടുക്കുന്ന ആ ഒരു എമൗണ്ട്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആൻഡ് R ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്ന് നോക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഇൻട്രസ്റ്റ് ഓർ എ ലോൺ ഓർ ഡെപ്പോസിറ്റ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ബോത്ത് ദ ഇനിഷ്യൽ പ്രിൻസിപ്പൽ ആൻഡ് അക്യുമുലേറ്റഡ് ഇൻട്രസ്റ്റ് ഫ്രം ദ പ്രീവിയസ് പീരിയഡ്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് പലിശ കണക്കാക്കുന്നത്? നമുക്ക് അപ്പം നമ്മൾ 2 വർഷത്തേക്കാണെങ്കിൽ ആദ്യത്തെ വർഷം നമ്മൾ പലിശ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന പലിശയും നമ്മുടെ എമൗണ്ടും കൂടെ കൂട്ടും. എന്നിട്ട് തൊട്ടടുത്ത വർഷത്തെ പലിശ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പം കിട്ടിയ ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു എമൗണ്ടിന് അടുത്ത വർഷത്തേക്കുള്ള പലിശയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ എന്താണെന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ? ഇനി നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷനിലേക്ക് പോകാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് CI ഈസ് ഈക്വൽ ടു P into 1 plus R by 100 the whole raised to T or whole raised to N എന്നും എഴുതാം. ഇവിടെ CI എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. P എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, നമ്മൾ നിക്ഷേപിക്കുന്ന തുക. R എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. T എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, ഇപ്പം ഞാൻ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞു. ഓക്കെ, ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കുമോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കുമോ ബെറ്റർ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? നമുക്ക് ഏതിൽ നിക്ഷേപിക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതലായിട്ട് പലിശ കിട്ടുന്നത്? എന്തായിരിക്കും? അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു പ്രോബ്ലത്തിലൂടെ ഇതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, പ്രോബ്ലം നോക്കിക്കോ. വരുൺ ഡെപ്പോസിറ്റഡ് 10,000 rupees in a bank which pays 10% simple interest. He also deposited 10,000 rupees in another bank which gives 10% compound interest. What are the amounts he got from both the banks after 2 years? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. വരുൺ എന്ന് പറയുന്ന ആള് 10,000 രൂപ 10% പലിശ നിരക്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ലഭിക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു.
ഇനി ഈ സെയിം എമൗണ്ട് 10,000 റുപ്പീസാണ് 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മറ്റൊരു ബാങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്ന രീതിയിൽ നിക്ഷേപിച്ചു. അങ്ങനെയാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ വരുണിന് 2 ബാങ്കിൽ നിന്നും എത്ര വീതം എമൗണ്ടുകൾ കിട്ടും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് ബാങ്ക് 1 നോക്കാം. ബാങ്ക് 1 എങ്ങനെയാണ് പലിശ തരുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ടാണ് പലിശ തരുന്നത്. അപ്പം നമുക്കറിയാം P 10,000 ആണ്, N 2 ആണ്, R എന്ന് പറയുന്നത് 10% ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? I = PNR/100. അങ്ങനെ നമുക്ക് I എന്ന് പറയുന്നത് 2,000 കിട്ടും. അപ്പം എമൗണ്ട് എന്ന് പറഞ്ഞത് 10,000 + 2,000 12,000 കിട്ടും. മനസ്സിലായോ നിങ്ങൾക്ക് ചെയ്തത് ബാങ്ക് 1ലെ കാര്യം? ഇനി നമുക്ക് ബാങ്ക് 2 എടുക്കാം. ബാങ്ക് 2 എന്തുമായിരുന്നു? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് രീതിയിലാണ് പലിശ കണക്കാക്കുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? A = P × 1 + R/100 ഇവിടുത്തെ P 10,000 ആണ്, N എന്ന് പറയുന്നത് 2 years ആണ്, R എന്ന് പറയുന്നത് 10% ആണ്. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് = 10,000 × 1 + 10/100 അപ്പോൾ 12,100 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബാങ്കിൽ നിന്ന് കിട്ടിയ പലിശ എത്രയായിരുന്നു? 12,000. രണ്ടാമത്തെ ബാങ്കിൽ നിന്ന് കിട്ടിയത് 12,100. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? വിച്ച് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ദ ബെസ്റ്റ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഏത് ടൈപ്പ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞത്? ഏറ്റവും കൂടുതൽ പലിശ കിട്ടുന്നത് എവിടെ നിന്നായിരിക്കും? യെസ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പലിശ കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ.